അപ്പോൾ നമ്മൾ +2 മാത്സിലെ അവസാനത്തേക്ക് വരുന്നൊരു ചാപ്റ്ററാണ് 3 ഡയമെൻഷണൽ ജോമെട്രി. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബേസിക്സ് നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇപ്പോഴത്തെ 3D ജോമെട്രി എന്ന് പറയുന്നത്. ഇതിൽ വരാൻ സാധ്യതയിൽ NCERT എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് നോക്കുക. ആകെ ചെറിയൊരു പാഠമാണ്. ഇതാ പേജ് നമ്പർ 381 എക്സാമ്പിൾ 5 ജയിക്കാൻ വരും. വേറെ എന്തെങ്കിലും ഉണ്ടോ നോക്കാലോ? ഇല്ല, ആകെ ഒരൊറ്റൊരു എക്സാമ്പിൾ മാത്രമല്ല. നമുക്കിനി എന്ത് ചെയ്യുക, ഇതിൽ വളരെ ചെറിയ പാഠമാണ്. അത് തന്നെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഈ പാഠത്തിൽ സെലക്ട് ചെയ്തില്ല. നമുക്ക് ഏതായാലും ഇനി ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് ഒരു 2-3 ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു പാഠത്തിൽ നിങ്ങൾ വളരെ കുഴപ്പിക്കുന്ന രീതിയിലല്ലോ ബാക്കിയുള്ള എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. LKG ലെവൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതായാലും നമുക്ക് നോക്കാം. ഈ പറഞ്ഞ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുക. ഷോ ദാറ്റ് ദ ലൈൻ ത്രൂ ദ പോയിൻറ്റ്സ്. ഒരു പോയിൻ്റ് 3 എന്ന കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ വേറൊരു പോയിൻ്റ്. ഈ 2 പോയിൻ്റ് ഇതിപ്പോൾ ഇതിപ്പോൾ ഒരു എയും ഇതൊരു ബി ആണെങ്കിൽ ഇതിപ്പോൾ AB എന്ന് പറയുന്ന ഒരു ലൈന്, പിന്നെ CD എന്ന് പറയുന്നത് ഇത്. അപ്പോൾ CD എന്ന് പറയുന്ന ഒരു ലൈൻ, CDAB. അപ്പോൾ ഇത് രണ്ടും പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ കാണിക്കണം. അതെങ്ങനെ കാണിക്കുക? അതിനെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കണ്ടീഷൻ, അത് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് 2 ലൈൻസിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് A1 A2 + B1 B2 + C1 C2 = 0 ആൻഡ് സോൾവ് എബവ് പ്രോബ്ലം. അപ്പോൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ ഗിവൺ പോയിൻറ്റ്സ് ആർ A, ഇത് B, ഇത് C, ഇത് D, ഇത്. ഇനി ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് AB അപ്പോൾ എന്ത് ചെയ്യുക? 3 - 1, 4 - -1, -2 -2. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് ഇത് വരും. അതുപോലെ ഡയറക്ഷൻ റേഷ്യോ ഓഫ് CD ഇതേപോലെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും? 3 to 4 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ AB ആൻഡ് CD ഡയറക്ഷൻ റേഷ്യോസ്. അപ്പോൾ ഇത് A1, ഇത് B1, ഇത് C1, ഇത് A2 B2 C2. അപ്പോൾ ഇനി നമ്മൾ ഈ കണ്ടീഷൻ അത് നമ്മൾ ഇട്ട് കൊടുത്താൽ അപ്പോൾ A1 A2 അപ്പോൾ 2 × 3 പ്ലസ് B1 B2 5 × 2 പ്ലസ് C1 C2 -4 × 4. അപ്പോൾ 2 × 3 അപ്പോൾ -4 × 4 16. അപ്പോൾ 2 × 3 എന്ന് പറയുന്നത് 6, 5 × 2 10, -4 × 4 -16. അപ്പോൾ ഇത് നിങ്ങൾ നോക്കി നോക്കുക. 6 + 10 16, 16 - 16 = 0. അപ്പോൾ ഈ കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൻസ് ദ ലൈൻസ് AB ആൻഡ് CD ആർ റൈറ്റ് ആംഗിൾസ്, അല്ലെങ്കിൽ ദേ ആർ പെർപെൻഡിക്കുലർ ടീച്ചർ. നമ്മൾ ഈ പറയുന്ന കണ്ടീഷന് ആദ്യം നമ്മൾ രണ്ട് ലൈൻസിൻ്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിച്ച് എന്നിട്ട് എന്ത് ചെയ്ത് A1 B1 C1 A2 B2 C2 കൊടുത്തിട്ട് ഈ പറയുന്ന കണ്ടീഷൻ A1 A2 + B1 B2 + C1 C2 0 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക? അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. 0 അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു നമ്പറാണ് കിട്ടുന്നെങ്കിൽ നമുക്ക് പറയാം ഇത് പെർപെൻഡിക്കുലർ അല്ല എന്ന്. അതേപോലെ അത് പെർപെൻഡിക്കുലാരിറ്റിൻ്റെ കണ്ടീഷൻ. ഇനി ഈ പറയുന്നത് പാരലലിൻ്റെതും ഇതേപോലെ ഒരു കണ്ടീഷൻ. ഇത് A എന്ന് പറയുന്ന പോയിന്റ്, ഇത് B എന്ന് പറയുന്ന പോയിന്റ്, ഇത് C, ഇത് D. ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് A1 / A2 = B1 / B2 = C1 / C2. നമ്മളപ്പോൾ സ്ഥിരം ചെയ്യുന്ന പോലെ തന്നെ എയും ബിൻ്റെ ABൻ്റെത് നമ്മൾ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കുക. അത് ഇങ്ങനെ കണ്ടുപിടിക്കുക. 2 - 4, 3 - 7, 4 - 8. അപ്പോൾ വരും? -2 -4 -4. ഇതാണ് ABൻ്റെ. അപ്പോൾ ഇതെന്തായിരിക്കും? A1 B1 C1. അതേപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് CD എന്ന് പറയുന്നത് ഇത് നമ്മൾ ചെയ്യുന്ന 2 4 2. അപ്പോൾ ഇത് A2 B2 C2. അപ്പോൾ ഇതവിടെ വാല്യൂസ് എല്ലാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതും A1 B1 C1, ഇത് A2 B2 CD. ഇനി AB is parallel to CD. A1 / A2 = B1 / B2 ഇതിൻ്റെ റേഷ്യോ എടുക്കുന്ന സമയത്ത് അത് ഈക്വലർ. അപ്പോൾ A1 / A2 എന്ന് പറയുന്നത് -2/2 = -1. ഇത് ഇനി B1 / B2 എന്ന് പറയുന്നത് -4/5 = -1. C1 / C2 എന്ന് പറയുന്നത് -4/4 = -1. അപ്പോൾ -1 = -1 അപ്പോൾ ഇത് പ്രൂവ്ഡ് ആയി. അതുകൊണ്ട് നമുക്ക് പറയാം A1 / A2 = B1 / B2 = C1 / C2. ഹെൻസ് ദ ലൈൻ AB is parallel to the line CD. ഇങ്ങനെയാണ് നമ്മൾ പെർപെൻഡിക്കുലാരിറ്റിയും ഈ പറഞ്ഞ പാരലൽ ലൈൻസിൻ്റെ കണ്ടീഷൻസ് പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് P. ഇവിടെ P എന്ന് പറയുന്ന ഒരു അൺനോൺ ഉണ്ട്. സോ ദാറ്റ് ദ ലൈൻസ് ഇത് മറ്റേ കാർട്ടീഷ്യൻ ഇക്വേഷനിൽ തന്നിട്ടില്ല. ഇത് 1 - x = 3 7y - 14 / 2P. P നമ്മൾ കണ്ടുപിടിക്കേണ്ടത് = z - 3/2 ആൻഡ് 7 - 7x / 3P. ഇവിടെയും P ഉണ്ട്. y - 5 / 1 6 - z/5 ആർ റൈറ്റ് ആംഗിൾസ്. അപ്പോൾ ഇത് 2 ലൈൻസും പെർപെൻഡിക്കുലർ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് പെർപെൻഡിക്കുലാരിറ്റീൻ്റെ കണ്ടീഷനെ അപ്ലൈ ചെയ്യണം. നമുക്കതിൽ നോക്കാം. ഇവിടെ അപ്ലൈ ചെയ്യുന്ന കണ്ടത് ഞാൻ ആ പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ട്. അതിൽ കോൺസെപ്റ്റ് ഇവിടെ കാണുന്നുണ്ട്. A1 A2 + B1 B2 + C1 C2 = 0. അപ്പോൾ എന്ത് ചെയ്യുക? ഇത് നിങ്ങൾ മനസ്സിലാക്കുക.
അപ്പോൾ ഇത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ല ഇല്ലത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ 1 മൈനസ് എക്സ് എന്നല്ല, നമുക്ക് എക്സിൻ്റെ കോഫിഷ്യൻ നെഗറ്റീവ് ആകാൻ പറ്റില്ല. അപ്പോൾ എന്തിനെ തിരിച്ചിട്ട് എഴുതണം. അപ്പോൾ എക്സ് മൈനസ് 1, അപ്പോൾ എന്താവും, എക്സ് മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരു മൈനസ് കോമൺ ആയിട്ട് പുറത്തുണ്ട്. ആ മൈനസ് നമ്മൾ ഇവിടെ ഇട്ട് കൊടുത്ത്, ഈ എന്താണ് 3 മൈനസ് ഇട്ട് കൊടുത്ത് ഈക്വൽ ടു വൈ മൈനസ്, ആക്ച്വലി ഇതെങ്ങനെ ഇല്ലയെന്ന് വെച്ചാൽ 7y മൈനസ് 14, ഈ 7y മൈനസ് 14 എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ 2p. ഇതൊന്ന് ഒരു എന്താണ് ഒരു ഏതാ പറയാം, y മൈനസ് 2 y ഇൻറ്റു അല്ല y ഇല്ല, ഇതെന്ന് എനിക്ക് തോന്നുന്നു ഒരു 7 കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ y മൈനസ് 2 എന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഈ 7 താഴെ പറഞ്ഞേക്കുക, ഈ 2pയും ഇതിൻ്റെയും താഴെ പറഞ്ഞേക്കുക. അപ്പോൾ എന്താ, ഇവിടെ ഇല്ല 7 ഇവിടെ പറഞ്ഞേച്ചാൽ, അപ്പോൾ എന്താ ഇത് മുകളിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ തന്നെ 7 ആയിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള സാധനത്തിന് ഇവിടെ ഇല്ല 7 നമുക്ക് ഇവിടെ താഴെ ഇതിൻ്റെ ഡിനോമിനേറ്റർ ആയിട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ എന്തെങ്കിലും ആൻസറിൽ വ്യത്യാസം വരില്ല. അപ്പോൾ നമ്മളതിനെ എന്താണ് y മൈനസ് 2 ഡിവൈഡ് ബൈ 2p/7 എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം നമ്മൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കുന്നതാണ്. അപ്പോൾ z മൈനസ് 3/2 ഇത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇതെന്താ ഓക്കെ, ഇത് അതേപോലെ തന്നെ. പിന്നെ എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ, ഇവിടെ പ്രശ്നം എന്താ വെച്ചാൽ 7 മൈനസ് 7x/3p, അതായത് 7 മൈനസ് 7x/3p എന്ന് പറയുന്ന സമയത്ത് ഇതെന്ന് എന്ത് ചെയ്യുക, ഒരു 7 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ 1 മൈനസ് എന്താണ് എക്സ് ഡിവൈഡ് ബൈ 3p. ഇനി എന്ത് ചെയ്യുക, നമുക്ക് ഈ 7 താഴെ പറഞ്ഞേക്കും, ഇവിടെ 7 എഴുതാം. പക്ഷെ ഇവിടെ അപ്പോൾ എന്താ ഈ പ്രശ്നം സോൾവ് ആയി. പക്ഷേ ഇവിടെ ഇപ്പോഴും എക്സിന് കോയിഫിഷ്യൻ നെഗറ്റീവ് ആണല്ലോ. അപ്പോൾ ഈ പ്രശ്നം സോൾവ് ആക്കാൻ എന്ത് ചെയ്യണം, തിരിച്ചിട്ടിടണം. അപ്പോൾ എന്താ എക്സ് മൈനസ് 1, അപ്പോൾ ഒരു മൈനസ് പുറത്തുണ്ട്, പിന്നെന്താ 3p ഡിവൈഡ് ബൈ 7. നമ്മൾ എന്ത് ചെയ്ത് ഈ മൈനസിനെ മുകളിൽ നിന്ന് ഇവിടെ താഴെ ഇട്ട് കൊടുത്തു. അതാണ് നിങ്ങളിവിടെ കാണുന്നത്, എക്സ് മൈനസ് 1 ഡിവൈഡ് ബൈ മൈനസ് ഓഫ് 3p/7 ഈക്വൽ ടു y മൈനസ് 5 ഈക്വൽ ടു എന്താണ്, ഇത് 6 മൈനസ് z എന്നല്ല, തിരിച്ചിടുന്ന സമയത്ത് z മൈനസ് 6 പിന്നെ ഒരു മൈനസ് ഉണ്ടാവും, അത് മൈനസ് നമ്മൾ താഴെ കൊടുക്കുക -5. ഇനി ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഡിനോമിനേറ്ററിലുള്ള ടേംസ് ആയിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഈ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് -3 2p/7 2. പിന്നെ അത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ഇത് A1 ഇത് B1 ഇത് C1 നമ്മൾ ആ സാധനങ്ങളായി വരുന്നുണ്ട്. അതേപോലെ ഇത് ലൈൻ, അപ്പോൾ എന്താ ഇതിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് -3p/7 1 -5. അപ്പോൾ ഇത് A2 ഇത് B2 C2. ഇനി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാലോ, A1 ഇത് നമുക്ക് എന്ത് ഇനി ഈ കണ്ടീഷന് എന്തായാലും ഇത് എന്താണ് രണ്ട് ആംഗിൾസും പെർപെൻഡിക്കുലറാന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ, ഈ പീൻ്റെ വാല്യൂ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ A1 A2 -3 -3p/7 പ്ലസ് B1 B2 2p/7 × 1, ഏതായാലും ഇത് 2p/7 തന്നെ. പിന്നെ പ്ലസ് C1 C2 2 × -5 ഇത് ഏതായാലും -10 വരൂ. അപ്പോൾ എന്താ ഈ -10 ഇപ്പുറത്തേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ +10. അപ്പോൾ ഇത് -3 × -3 മൈനസ് ക്യാൻസൽ ആയി, 3 × 3 9p/7 പ്ലസ് എന്താണ് 2p/7 -10 = 0. അല്ലെങ്കിൽ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ നമുക്ക് ആഡ് ചെയ്യുക. 9p + 2p 2 ചക്ക അല്ല 9 ചക്ക പ്ലസ് 2 ചക്ക ഈക്വൽ ടു 11 ചക്ക ബൈ എന്താണ് 7 ഈക്വൽ ടു എന്താ -10 ഇപ്പുറത്തേക്ക് പറഞ്ഞേക്കോ 10. അപ്പോൾ 11p = എന്താണ് ഈ 7 അപ്പുറത്തേക്ക് പറഞ്ഞേക്കോ, അപ്പോൾ എന്താ 70. അപ്പോൾ p = എന്താ 70 ഡിവൈഡ് ബൈ 11. അപ്പോൾ ഇതായിരിക്കും പീൻ്റെ വാല്യൂ, p = 70 ഡിവൈഡഡ് ബൈ 11. ഇങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പോൾ ഇത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എന്താണ് അതേപോലത്തെ ടൈപ്പ് പ്രോബ്ലമാണ്. ഇതേപോലത്തെ പ്രോബ്ലം തന്നെ ഈ പെർപെൻഡിക്കുലറിൻ്റെ കണ്ടീഷൻ x - 5 ഡിവൈഡ് ബൈ 7 = y + 2 ഡിവൈഡ് ബൈ -5 = z/1 അല്ലെങ്കിൽ z + 0 ഡിവൈഡ് ബൈ 1 ആൻഡ് x/1. അതിൽ നിന്ന് ഇവിടെ ജസ്റ്റ് വെറും x ആണെങ്കിൽ ജസ്റ്റ് ഒരു 0 ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ല ഇതിനൊരു 0 z + 0/3 ആർ പെർപെൻഡിക്കുലർ. ഇത് എന്ത് ചെയ്യുക, ഇത് നമ്മൾ ആ പറയുന്ന ഇതേപോലെ തന്നെ എന്താണ് ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ് ഈ പറയുന്ന പ്രോസസ്സ് പോലും ചെയ്യേണ്ട, അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഡയറക്ഷൻ റേഷ്യോ 7 - 5 1 A1 B1 C1. അതേപോലെ ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദിസ് ലൈൻ എന്താണ് 1 2 3 A1 അല്ല A2 B2 C2. അപ്പോൾ എന്താ A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 = 0. അപ്പോൾ എന്താ 7 × 1 പ്ലസ് എന്താണ് 5 -5 × 2 പ്ലസ് എന്താണ് 1 × 3. അപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്ത് വരും, ഇതിപ്പോൾ 7 × 1 7 -5 × 2 -10 പ്ലസ് 3. അപ്പോൾ ഈ 7 + 3 എന്ന് പറയുന്നത് 10. അപ്പോൾ 10 - 10 = 0. അപ്പോൾ നമുക്ക് മനസ്സിലായി ഹെൻസ് എന്താണ് ഇത് 0 വരുന്നതുകൊണ്ട് തന്നെ എന്താ ദീസ് 2 ലൈൻസ് ഈ കാർട്ടീഷ്യൻ ഇക്വേഷനിലെ ലൈനും ഈ കാർട്ടീഷ്യൻ ഇക്വേഷനിലെ ലൈനും എന്താ, അതായത് ഒരു ലൈൻ ഇങ്ങനെയും ഒരു ലൈൻ ഇങ്ങനെ ആയിരിക്കും. സോ ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ജസ്റ്റ് എന്താ ഓർമ്മിക്കുക, ഈ കണ്ടീഷൻ ഓർമ്മിക്കുക, A1 A2 പ്ലസ് B1 B2 പ്ലസ് C1 C2 = 0. ജസ്റ്റ് ഈ കണ്ടീഷൻ നിങ്ങൾക്ക് അറിയെങ്കിൽ എളുപ്പത്തിൽ ഈ ഡയറക്ഷൻ റേഷ്യോ കൂടി ഒന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഡയറക്ഷൻ റേഷ്യോ തന്നെയായിരിക്കും ഒന്നാമത്തെ ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുമ്പോൾ A1 B1 C1, രണ്ടാമത്തെ ലൈൻ്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത് A2 B2 C. അതും കൂടി ഒന്ന് മനസ്സിലാലോചിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൂടിയില്ല. അപ്പോൾ എന്താണ് അതോടുകൂടിയിട്ട് ഈ ഒരു പാഠം ഖത്തം ഹോ ഗയാ.
സെലക്റ്റഡ് എൻ സി ആർ ടി എക്സാമ്പിളർ കുറച്ചും കൂടി നമുക്ക് ലെവൽ കൂടിയ പ്രോബ്ലം നോക്കാമല്ലോ. എളുപ്പമുള്ള ക്വസ്റ്റൻസ് ചെയ്ത് നമ്മൾ സ്വിച്ച് പോകണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ ലൈൻസ് x-1/2 = y-2/3 = z-3/4 ആൻഡ് x-4/5 = zy-1/2 = z+0/1 എന്നായിട്ട് എഴുതാം. അതേ ഇൻ്റർസെക്റ്റ് രണ്ടിൻ്റെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കണം. അതായത് ഒരു ലൈൻ ഇങ്ങനെ അപ്പോൾ എന്താ ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ മീറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അത് എന്തും കണ്ടുപിടിക്കണം, ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഇത് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നമ്മൾ പ്രൂവ് ചെയ്യണം. അതേപോലെ തന്നെ ഈ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ, അതായത് ഈ പോയിന്റിൻ്റെ എന്തെല്ലാം XYZ കോർഡിനേറ്റ്സ് എഴുതണം. അപ്പോൾ ഇതാ ഇക്വേഷന് x-1/2 = y-2/3 = z-3/4 ഒരു ലാംഡ സേ എന്ന് പറയുമ്പോൾ നമ്മൾ assume ചെയ്യുക, ഒരു ലാംഡ എന്നിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 3 ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് x-1/2 = ലാംഡ, പിന്നെ അതേപോലെ y-2/3 = ലാംഡ, കാരണം എല്ലാം ഈക്വൽ ആണ്. അതേപോലെ z-3/4 = ലാംഡ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, എക്സിനൊരു വാല്യൂ കിട്ടും. x എന്താണ് 2 ലാംഡ + 1, അതായത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഈ മൈനസിൻ്റെ അപ്പുറത്തേക്ക് വരണം. അപ്പോൾ 2 ലാംഡ + 1, x 2 ലാംഡ + 1. അപ്പോൾ എന്താണ് ഇത് y എത്ര കിട്ടും, y 3 ലാംഡ, ഇത് ഇപ്പുറത്തേക്ക് പറഞ്ഞാൽ -2 ഇപ്പുറത്തേക്ക് പറഞ്ഞാൽ 3 ലാംഡ + 2. ഇതെന്ന് എന്ത് കിട്ടി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ലാംഡ + 3. അപ്പോൾ എന്താ y 3 ലാംഡ + 2, z കാണുന്നുണ്ടോ എന്നറിയില്ല, z 4 ലാംഡ + 3. ഇനി എന്ത് ചെയ്യുക, സോ ദ കോർഡിനേറ്റ്സ് ഓഫ് എ ജനറൽ പോയിന്റ് ഓൺ ദിസ് ലൈൻ ആർ 2 എന്താണ് ലാംഡ + 1. ഇതിൻ്റെ ജനറൽ പോയിന്റ് എന്ന് പറയുന്നത്, കാരണം നമുക്ക് ജനറൽ എന്ന് പറയാൻ കാരണം നമുക്ക് അറിയില്ല അത് ഏതാ പോയിന്റ് എന്നല്ല. അപ്പോൾ നമ്മൾ assume ചെയ്യാനാണ് ഒരു ലാംഡ എന്ന് പറയുന്ന ടേം വെച്ചിട്ട്. അപ്പോൾ ലാംഡയുടെ ടേംസിൽ എഴുതുമ്പോൾ ജനറൽ പോയിന്റ് = 2 ലാംഡ + 1, 3 ലാംഡ + 2, 4 ലാംഡ + 3. ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ലൈൻ സേ ഇത് ഇക്വേഷൻ ഓഫ് ദ സെക്കൻഡ് ലൈൻ ഇത്. അപ്പോൾ എന്താ x-4/5 = y-1/2 z-0 അല്ല z+0/1 ഒരു മ്യൂ ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യുക, ഇപ്പോൾ x-4/5 മ്യൂ, പിന്നെ അതേപോലെ y-1/2 അതേപോലെ z+0/1 മ്യൂ. ഇത് നമുക്ക് എന്തെല്ലാം കിട്ടും, x 5 മ്യൂ + 4, y 2 മ്യൂ + 1, z മ്യൂ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ജനറൽ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് മ്യൂവിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ 5 മ്യൂ + 4, 2 മ്യൂ + 1 മ്യൂ. അപ്പോൾ എന്താ, ഇഫ് ദ ലൈൻ ഇൻ്റർസെക്ട് ദെൻ ദേ മസ്റ്റ് ഹാവ് എ കോമൺ പോയിന്റ്. അപ്പോൾ ഇത് എന്താണ് ഇവർ പറഞ്ഞിരിക്കുന്നത്, ഈ രണ്ട് ലൈൻസും ഇങ്ങനെ എന്താണ് ഇത് കോമൺ സെൻസ് അല്ലേ, ഇങ്ങനെ രണ്ട് ലൈൻസും കൂടി കൂട്ടുന്നുണ്ട്. അതിൻ്റെ ഓബ്വിയസ്ലി എന്താണ്, അതിനൊരു കോമൺ ആയിട്ട് ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ടാവണം. അതായത് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, മറ്റേ ലൈൻ ഇങ്ങനെ പോകുന്നു, ഇവരിങ്ങനെ ഇൻ്റർസെക്ട് ചെയ്യുക, കാരണം ഇവർ തമ്മിൽ എന്താണ് ഒരു ഇതുമില്ല, മീറ്റിംഗ് പോയിന്റും ഇല്ല. അതായത് ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, ഒരു ലൈൻ ഇങ്ങനെ പോകുന്നു, പാരലായിട്ട് പോകുന്നു. ഇവർ തമ്മിൽ ഒരു കോമൺ പോയിന്റും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഈ ലൈൻസ് ഒരിക്കലും ഇൻ്റർസെക്ട് ചെയ്യില്ല. ഇത് വേണ്ടിക്കൽ ഇൻ്റർസെക്ട് എങ്ങനെ, ഇതിങ്ങനെ ബാക്കോട്ട് നീട്ടി, ഇതിങ്ങനെ ബാക്കോട്ട് നീട്ടി, അപ്പോൾ ഇങ്ങനെ ഒരു കോമൺ പോയിന്റ് കിട്ടും. ഇതെല്ലാം ആക്ച്വലി 6th മാത്സിൽ നമ്മളെ ജോമെട്രീൻ്റെ സെക്ഷനിൽ പഠിക്കുന്നത്. എനിക്ക് പണ്ട് ഓർമ്മയുണ്ട്, 6th നമ്മൾ ഇത് ആക്ച്വലി ഇങ്ങനെ എന്താണ് രണ്ട് ലൈൻസ് ഇങ്ങനെ കൂട്ടി എന്താണ് അതിൻ്റെ പിന്നിലേക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ കൂട്ടി മുട്ടിപ്പിക്കുന്നത്. അതെല്ലാം ഞാൻ പണ്ട് പഠിച്ച ഓർമ്മയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് സോ ഫോർ സം വാല്യൂസ് ഓഫ് ലാംഡ ആൻഡ് മ്യൂ വി മസ്റ്റ് ഹാവ്, അതായത് ഇവർ പറഞ്ഞു തരുന്നത് ഇതിൻ്റെ കോമൺ ആയിട്ട് അപ്പോൾ എന്താ ഈ വാല്യൂസ് എന്താണ് സെയിം ആയിരിക്കണം. അപ്പോൾ ഈ കോമൺ ആയിട്ട് മീറ്റിംഗ് പോയിന്റ്സ് അപ്പോൾ എന്തായിരിക്കണം, സെയിം ആയിട്ട് വരണമെങ്കിൽ ഈ എക്സ് വാല്യൂം ഈ എക്സ് വാല്യൂ സെയിം ആവണം, ഈ വൈ വാല്യൂം വൈ വാല്യൂ സെയിം ആവണം, ഈ സെഡും സെയിം ആവണം. അപ്പോൾ നമുക്ക് മനസ്സിലായി 2 ലാംഡ + 1 = 5 മ്യൂ + 4 ഒരു റിലേഷൻ കിട്ടി. 3 ലാംഡ + 2 = 2 മ്യൂ + 1 രണ്ടാമത്തെ റിലേഷൻ. ഇതെന്താണ്, ഇത് എക്സ് കോർഡിനേറ്റ് സെയിം, ഇത് വൈ കോർഡിനേറ്റ് സെയിം, പിന്നെ എന്താ 4 ലാംഡ + 3 = ഇത് സെഡ് കോർഡിനേറ്റ് സെയിം. ഒരു കാര്യം ചെയ്യുക, ഈ എന്താണ് ഈ ലാംഡയും മ്യൂ പോലത്തെ വേരിയബിൾസിൽ ഒരു സൈഡിൽ കോൺസ്റ്റൻസ് എല്ലാം അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ 2 ലാംഡയും മൈനസ് ഈ 5 മ്യൂന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ 2 ലാംഡ - മ്യൂ = 3, അതായത് 4 - 1 അപ്പോൾ എന്താ 3. അപ്പോൾ അതേപോലെ 3 ലാംഡ - 2 മ്യൂ = എന്താണ് -1, അതായത് 1 - 2 എന്ന് പറയുമ്പോൾ എന്താ -1. അതേപോലെ 4 ലാംഡ - മ്യൂ = എന്താണ് -3. സോൾവിങ് ദ എന്താണ് 2 ഇക്വേഷൻസ്. അപ്പോൾ എന്താണ് ഇത് ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 2, ഇത് ഇക്വേഷൻ നമ്പർ 3. ഈ 1ഉം 2ഉം അതായത് ഇത് നിങ്ങൾക്ക് ഇനി എളുപ്പമായിട്ട് എന്ത് ചെയ്യുക, അതായത് ഇക്വേഷന് 2 ലാംഡ - 5 മ്യൂ = 3. ഇതിന് എന്താണ് രണ്ട് ഇക്വേഷനായി, ഇതൊന്ന് ലാംഡയും ഈ കണ്ടുപിടിക്കാൻ എന്താ, ഇത് 9ാം ക്ലാസ് മാത്തമാറ്റിക്സ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ +2 എന്താണ് ഇരിക്കേണ്ട ആവശ്യമില്ല. എന്താ ഇതിന് എനിക്ക് തോന്നുന്നത് കോഎഫിഷ്യൻസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഒരു എന്താണ് ഏത് വെച്ചിട്ട് ഏതാ ഒരു ബെറ്റർ ഓപ്ഷന്,
ഇത് നമുക്ക് ലാംഡേനെ കോയിഫിഷ്യൻ സെയിം ആക്കാം. അതിൻ്റെ ഭാഗമായിട്ട് ഇതിനൊരു 3നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിനൊരു 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് എന്തായി മാറി 6 ലാംഡ മൈനസ് 15 മ്യൂ ഈക്വൽ ടു 9. പിന്നെ എന്താ ഇത് 6 ലാംഡ മൈനസ് 4 മ്യൂ ഈക്വൽ ടു -2. ഇനി എന്ത് ചെയ്യുക, ഇത് മൈനസ് ചെയ്യുന്ന ഇത് കട്ടായി. പിന്നെന്താ -5 -4 എനിക്ക് തോന്നുന്നു -11 ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് 11. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു എന്താണ് 11/-11 ഈക്വൽ ടു ലാംഡ ഇസ് ഈക്വൽ ടു -1. ഓ ഞാൻ ഇങ്ങനെ തന്നെ കണ്ടുപിടിച്ചല്ലോ, അടിപൊളി. അപ്പോൾ എന്താ ലാംഡ ഇസ് ഈക്വൽ ടു -1. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ഇസ് ഈക്വൽ ടു -1 എന്നും കിട്ടും നമുക്ക്. അപ്പോൾ ലാംഡ ഇസ് ഈക്വൽ ടു -1, മ്യൂ ഇസ് ഈക്വൽ ടു -1 സാറ്റിസ്ഫൈ ദ തേർഡ് ഇക്വേഷൻ. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്ത് നോക്ക്. 4 × -1 പ്ലസ് എന്താണ് -1 ഈക്വൽ ടു -3. അപ്പോൾ ആലോചിച്ച് 4 × -1 അല്ലല്ല സോറി എന്താണ് ഇത് മൈനസ് ഓഫ് -1. അപ്പോൾ എന്താ കാരണം ഇവിടെ മൈനസ് അല്ലേ അത്. അപ്പോൾ 4 × -1 -4 മൈനസ് ഓഫ് മൈനസ് പ്ലസ്, അപ്പോൾ +1 ഈക്വൽ എന്താ -4 +1 എന്ന് പറയുന്നത് -3. അപ്പോൾ എന്താ ഇത് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് LHS ഈക്വൽ ടു RHS. അപ്പോൾ എന്താ പുട്ടിങ് ലാംഡ ഇസ് ഈക്വൽ ടു -1 ഇൻ ഇക്വേഷൻ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചില്ല 2 ലാംഡ + 1 3 ലാംഡ + 2 4 ലാംഡ + 3. ഇവിടെ ഈ ലാംഡേൻ്റെ ഈക്വൽ ടു -1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് കോർഡിനേറ്റ്സ് ഓഫ് ദ റിക്വയർഡ് ഗിവൺ ഇക്വേഷൻ ആർ എന്താണ് ഇതിപ്പോൾ 2 × എന്താണ് -1 എന്ന് പറയുന്ന സമയത്ത് 2 × -1 +1 എന്ന് പറയുമ്പോൾ എന്താ -2 + 1 ഈക്വൽ ടു -1. അതേപോലെ ഇത് ഏതെങ്കിലും കണ്ടുപിടിച്ചാൽ മതി. രണ്ടും എന്താണ് ഈക്വൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതും എടുക്കുക. ഈ മ്യൂ ഈക്വൽ ടു ഈ പറയുന്ന ഇപ്പോൾ ഇക്വേഷന് നമ്മൾ ഇതാ ഒരു റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നല്ലോ, ഈ റിലേഷനിൽ വേണ്ടിയെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ ലാംഡ ഇസ് ഈക്വൽ ടു -1 ഇത് റിലേഷൻ നിങ്ങൾക്ക് ഏതും ഇട്ട് കൊടുക്കുക. ഇത് കണ്ടുപിടിച്ചാലും മതി, അല്ലെങ്കിൽ ഇത് കണ്ടുപിടിച്ചാലും മതി. കാരണം ആൻസർ എന്തായാലും സെയിമേ കിട്ടാൻ പോകുന്നല്ലോ. ഇത് നിങ്ങൾ ചെയ്താലും ഇത് മൂന്നും ചെയ്യുന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് -1 -1 കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇത് -2 + 1 -1. അതേപോലെ 3 ലാംഡ എന്ന് പറയുമ്പോൾ 3 × -1 + 2 ഇസ് ഈക്വൽ ടു എന്താണ്, അതായത് -3 + 2 ഈക്വൽ ടു -1. അതേപോലെ 4 ലാംഡ എന്ന് പറയുമ്പോൾ 4 × -1 + 3 ഈക്വൽ എന്താ -4 + 3 ഈക്വൽ എന്താ -1. അപ്പോൾ നമുക്ക് ജനറൽ പോയിന്റ് കിട്ടി. ഇവർ -1 -1 എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. അതായത് ഒരു ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നു, മറ്റേ ലൈൻ ഇങ്ങനെ കടന്നു പോകുന്നു. ഇതിനെ മീറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -1 -1 -1. അപ്പോൾ ഈ പോയിന്റിലായിരിക്കും ഇവർ രണ്ടുപേരും ഇൻ്റർസെക്റ്റ് ചെയ്യുക. അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവർ എന്താണ് രണ്ട് ലൈൻസ് കോയിൻസൈഡ് ചെയ്യുന്നല്ല, സോറി എന്നാൽ രണ്ട് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതിൻ്റെ കോമൺ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 -1 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഇത് കുറച്ചും കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിന് അത്ര എളുപ്പമല്ല ചെയ്യാൻ. ഇതിനെ വേണ്ടിയെങ്കിൽ A+ ലെവൽ ക്വസ്റ്റ്യൻ നമുക്ക് വിശേഷിപ്പിക്കുക. കുറച്ച് പണിയുണ്ട് ചെയ്യാൻ, എളുപ്പത്തിൽ ആൻസർ കിട്ടൂല. അപ്പോൾ ഇതോട് കൂടിയിട്ട് എന്ത് ചെയ്ത് നമ്മളെ പാഠം തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് ഈ ഒരു പാഠത്തിനെ പറ്റിയിട്ട് പറയാനല്ലോ.